Hi friends, എല്ലാവർക്കും ഗ്രേസി മീഡിയ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് റെഡ്മിയുടെ നോട്ട് 7 പ്രോ എന്ന സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ ഇതിന് ഏകദേശം 17,000 റുപ്പീസാണ് ഇത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് പിന്നെ ചെറുതായിട്ട് ഒരു റിവ്യൂ നടന്നു. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ റെഡ്മി നോട്ട് 7 പ്രോ സ്മാർട്ട് ഫോണിൻ്റെ ബോക്സ്. കണ്ടില്ലേ, റെഡ്മി നോട്ട് 7 പ്രോ 48 MB ക്യാമറ. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 48 MB പ്ലസ് 5 MB AI ഡുവൽ റിയർ ക്യാമറ, പിന്നെ കോൾകാം സ്നാപ്ഡ്രാഗൺ 675 പ്രോസസ്സറാണ്, പിന്നെ 16cm നോച്ച് ഡിസ്പ്ലേ, പിന്നെ 4000 mAh ഹൈ കപ്പാസിറ്റി ബാറ്ററി നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ ഇത് നെപ്റ്റ്യൂൺ ബ്ലൂ എന്ന കളറാണ്. പിന്നെ ഇതിൻ്റെ 6GB 128GB വേരിയൻ്റാണ് ഞാൻ വാങ്ങിച്ചത്. ഓക്കെ, മെയ്ഡ് ഇൻ ഇന്ത്യ. പിന്നെ ഇതൊന്ന് നമുക്ക് ബോക്സ് പെട്ടെന്ന് തുറക്കാം. സോ ഫ്രണ്ട്സ്, ഈ പെട്ടി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു സംഭവം കാണാം. അപ്പോൾ ഇതിനകത്തുള്ളത് നമ്മളെ കേസാണ്, ബാക്ക് കവറാണ്. അപ്പം പിന്നെ ഇത് കുറച്ച് പേപ്പേഴ്സ്, ഗൈഡും കാര്യങ്ങളൊക്കെ, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റിയേക്കാം. അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ ബാക്ക് കവർ. നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ബാക്ക് കവറാണ് ഇതിന് ലഭിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അവിടെ മാറ്റിയേക്കാം. അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ റെഡ്മി നോട്ട് 7 പ്രോ സ്മാർട്ട് ഫോൺ നെപ്റ്റ്യൂൺ ബ്ലൂ. ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി എന്തൊക്കെ ഇതിലുള്ളത് നോക്കാം. അപ്പോൾ ഇതെന്താ ജസ്റ്റ് പേപ്പർ മാറ്റിയേക്കാം. പിന്നെ ഇതാണ് നമ്മുടെ ചാർജർ USB കേബിൾ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അഡാപ്റ്റർ. അപ്പം ഇതിൻ്റെ വോൾട്ടേജ് ചെയ്യുന്നത് 5 വോൾട്ട് 2 ആംപിയർ ആണ്. ഓക്കെ, അപ്പം ഫാസ്റ്റ് ചാർജ് ഒന്നും സപ്പോർട്ട് ചെയ്യില്ല, പക്ഷേ 5 വോൾട്ട് 2 ആംപിയർ ആണ്. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ റെഡ്മി നോട്ട് 7 പ്രോ സ്മാർട്ട് ഫോൺ. അപ്പോൾ ഞാൻ ഇതിൽ ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കേഴ്സൊക്കെ ജസ്റ്റ് ഒന്ന് പൊളിച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഫോണൊന്ന് ബൂട്ട് ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഞാൻ ഒന്ന് റിവ്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ നമുക്ക് ബൂട്ട് ചെയ്യാം. അപ്പം ഗൈസ്, ഞാനിതിൻ്റെ ഫസ്റ്റ് ഫിംഗർ പ്രിൻ്റ് ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്യട്ടെ. അത് കണ്ടില്ലേ ഗൈസ്, ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റൊക്കെ ഭയങ്കര ആക്യുറേറ്റ് ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ നിങ്ങൾക്ക് ഫിംഗർ പ്രിൻ്റ് ടെസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഓക്കെ കൊടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഇതിൻ്റെ തീം സെറ്റ് ചെയ്യാനുള്ളത്, ഇപ്പം നമുക്ക് ഡിഫോൾട്ടായിട്ടും ക്ലാസിക്കായിട്ട്, ഇത് ക്ലാസിക്കാണ്, പിന്നെ ഇത് ഡിഫോൾട്ട് തീം. ഓക്കെ, ഞാനിപ്പം ജസ്റ്റ് ഡിഫോൾട്ട് തീം എൻ്റെ അടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, MIUI 10 ആണ് ഇതിൻ്റെ വോയിസ്. റെഡ്മിയുടെ ഏറ്റവും പുതിയ OS ആണ് MIUI 10 വേർഷൻ 10. അപ്പം ഇതിൻ്റെ ആപ്സൊക്കെ ഒന്ന് ലോഡാകുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ടൈം എടുക്കും. അത് ഞാൻ നിങ്ങൾക്ക് ഫോൺ പരിചയപ്പെടുത്തി തരാം. ജസ്റ്റ് ഇതാ 2 സ്പീക്കേഴ്സ് ഉണ്ട്, ബാക്കിൽ USB ചാർജിങ് പോർട്ട്. പിന്നെ ഇപ്പം ഗൈസ്, ഇതിപ്പം ഫോണിപ്പം ബൂട്ടായിട്ടുണ്ട്. ഇതാ ഫുള്ളായിട്ട് ബൂട്ടായിട്ടുണ്ട്. ഇതാ ആപ്സൊക്കെ ലോഡായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ക്യാമറ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. 48 MB AI ക്യാമറയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം ഞാൻ ജസ്റ്റ് ഇതിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് 48 MB ക്യാമറ വെച്ചിട്ട്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഫോട്ടോ. അപ്പോൾ ഈ ഒരു ഫോട്ടോ എത്ര സൈസായിട്ട് നമുക്ക് നോക്കാം. 48 MB ക്യാമറ അല്ലേ, നോക്കി ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഓ ഗൈസ്, 10 MB ഗൈസ്, ജസ്റ്റ് ഈ ഒരു ഫോട്ടോന് 10 MB. അപ്പോൾ അടുത്തായിട്ട് നമുക്കിതിൻ്റെ പോർട്രേറ്റ് മോഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പോർട്രേറ്റ്
അത് ഗൈസ് ബ്ലറാകുന്നുണ്ട്, അത്യാവശ്യം നല്ലോണം ബ്ലറാകുന്നുണ്ട്. അപ്പം നല്ലൊരു പോർട്രേറ്റ് മോഡ് തന്നെയാണ് ഇതിനുള്ളത്, AI ക്യാമറ. ഇത് കണ്ടില്ലേ, നല്ല ഫോക്കസ് ആയിട്ടുണ്ട്. അപ്പം ഗൈസ് ഇനി നമുക്ക് ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വാവ്, നല്ലൊരു ആക്യുറേറ്റ് ആണ്. ഒരു സെക്കൻഡ് ഇതാ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ ആകുന്നുണ്ട്. സെക്കൻഡ് തന്നെ വേണ്ടെന്ന് തോന്നുന്നു. നല്ലൊരു സ്പീഡാണ് ഫിംഗർ പ്രിൻറ്റിന്, കണ്ടില്ലേ, അടിപൊളി സംഭവം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ ഒരു കവറില്ലേ, ഇതിലാണ് നമ്മുടെ സിം ഇജക്ടർ പിന്നുള്ളത് ഗൈസ്. അപ്പം ഇത് വെച്ചിട്ട് ജസ്റ്റ് സിം എങ്ങനെ ഇടേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സിം ഇജക്ടർ പിന്ന്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് കവറിൽ നിന്ന് എടുക്കുക. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ സിം ഇജക്ടർ പിൻ. അപ്പം നമുക്ക് ഫോണിൽ ജസ്റ്റ് ഒന്ന് സിം ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ഫോൺ ഇതാ, നമ്മുടെ കവറൊക്കെ ഒന്ന് കഴിച്ചിട്ട് ഇതാ ഈ ഇടത്തേ ഭാഗത്തൊരു ചെറിയൊരു ഹോള് കാണാം. അപ്പോൾ ആ ഹോളിലേക്ക് നമ്മൾ ഈ പിന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കുക. പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ സംഭവം പുറത്തേക്ക് വരും. അപ്പം നമ്മളത് ജസ്റ്റ് പിടിച്ചിട്ട് വലിച്ചിങ്ങെടുക്കുക. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഹൈബ്രിഡ് സിം സ്ലോട്ട് അല്ലെങ്കിൽ സിം ട്രേ. അപ്പോൾ ഇത് ഹൈബ്രിഡ് എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ ഒന്നെങ്കിൽ ഒരു മൈക്രോ സിമ്മും ഒരു മെമ്മറി കാർഡ് ഇടാൻ സാധിക്കും, ഇല്ലെങ്കിൽ 2 മൈക്രോ സിം ഇടാൻ സാധിക്കും, മെമ്മറി കാർഡ് ഇടാൻ സാധിക്കില്ല. അപ്പം ഡെഡിക്കേറ്റഡ് സിം സ്ലോട്ടുള്ള ഫോണുകളുണ്ട്. അപ്പോൾ ഡെഡിക്കേറ്റഡ് എന്താണെന്ന് വെച്ചാൽ 2 മെമ്മറി സിമ്മും ഒരു മെമ്മറി കാർഡും ഇടാൻ സാധിക്കും. അപ്പോൾ ഇത് ഹൈബ്രിഡാണ്. അപ്പോൾ ഇതിൽ ഈ കാണുന്ന പോലെ 2 ഹൈബ്രിഡ് സിം 2 മൈക്രോ സിം ഇട്ടിട്ട് നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഇടേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇതിൽ നിന്ന് എടുത്ത പോലെ തന്നെ ജസ്റ്റ് പതുക്കെ ഒന്ന് അവിടെ വെച്ച് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതങ്ങ് ഉള്ളിൽ പോവും. കണ്ടില്ലേ, ഉള്ളിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നോക്കാം, നെറ്റ്വർക്ക് വന്നോന്ന്. നമ്മൾ നെറ്റ്വർക്ക് വന്നിട്ടുണ്ട്, പക്ഷേങ്കിൽ അധികം റേഞ്ചൊന്നും കാണിക്കാൻ സാധ്യതയില്ല. കണ്ടില്ലേ, റേഞ്ച് കുറവാണ്. കാരണം റേഞ്ച് കുറവായിട്ടുള്ള ഒരു കാട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്.